നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി കഴിഞ്ഞതോടെ പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോരുത്തരും. നിലമ്പൂർ നഗരത്തിലായിരുന്നു ഇന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ പ്രചാരണം. ശിവദാസ് കർമ്മനം തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണമെല്ലാം കഴിഞ്ഞതോടെ ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായി പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രചാരണം? വളരെ നല്ല പ്രതികരണമാണ്. എല്ലാവരും ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്നത്. ഫീൽഡിൽ വളരെ കാര്യമായൊരു പ്രതികരണം നമുക്ക് അനുകൂല പ്രതികരണമുണ്ട്. പിന്നെ നോബിളിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതാക്കന്മാർ BJPയുടെ മുഴുവൻ പേരും ക്യാമ്പ് ചെയ്യണം. നല്ലൊരു സെറ്റപ്പ്, നല്ല പ്രതീക്ഷയാണ് നമുക്ക്. നാമനിർദ്ദേശ പത്രിക ഇന്നലെയാണ് സമർപ്പിച്ചത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് പ്രചാരണം. ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ ഇന്നലെ തന്നെ പ്രചാരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രധാനമായിട്ട് നമ്മുടെ അജണ്ടകളൊക്കെ പ്രചാരണത്തിൻ്റെ പ്രധാന നിലമ്പൂരിൻ്റെ വികസനമാണ് നമ്മുടെ മെയിൻ അജണ്ട. പിന്നെ അതേപോലെ തന്നെ നരേന്ദ്രമോദിജിയുടെ ഭാരതത്തിൻ്റെ വികസനം, അതേപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ കേരള വികസനം, അതേപോലെ നിലമ്പൂരിലെ വികസനം, അതാണ് നമ്മളുടെ ഏറ്റവും മുഖ്യമായ ആൾ. ഇത് കുടിയേറ്റ പ്രദേശമാണ്, ഇത് മലയോര പ്രദേശമാണ്. ഇവിടെ ആദിവാസികളൊക്കെ വളരെയേറെ കൂടുതൽ താമസിക്കുന്നതാണ്. അവരുടെയൊക്കെ വികസനമാണ് BJPയുടെ ലക്ഷ്യം. പ്രചാരണ സമയത്ത് ഇങ്ങനെ ആളുകളൊക്കെ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പലരും ഫോണിൽ കൂടെ വിളിച്ച് പറയാറുണ്ട്. ഫോണ് എല്ലാവരും എടുക്കാൻ കഴിയുന്നില്ല. വളരെയേറെ പേരുടെ പിന്തുണയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ പിന്തുണയാണ്. വളരെ വിജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും BJP ജയിക്കും. BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ പുതിയ മുന്നേറ്റം. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പ്രചാരണം സജീവമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളെയും നേരിട്ട് കണ്ട് തന്നെ ഓരോ വോട്ടുകളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി. വികസനം തന്നെയാണ് പ്രധാന അജണ്ട എന്ന് പറയുന്നു. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ വന്ന് കാണുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മനം, ജനം, നിലമ്പൂർ.